നമസ്കാരം. 2 ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. ബുധനാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം കുടുംബവുമൊത്ത് ദുബായിലെത്തിയത്. ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനം. നേരത്തെ നിശ്ചയിച്ച സിംഗപ്പൂർ സന്ദർശനം വെട്ടിക്കുറച്ചാണ് പിണറായി ദുബായിലെത്തിയത്. അടുത്ത ശനിയാഴ്ച മുഖ്യമന്ത്രി ദുബായിലെത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഈ മാസം 6-നായിരുന്നു വിദേശയാത്രയ്ക്ക് അദ്ദേഹം കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത്. ദുബായ് വഴിയായിരുന്നു യാത്രയെങ്കിലും ട്രാൻസിറ്റ് ആയിരുന്നതിനാൽ വിമാനത്താവളത്തിൽ നിന്ന് അന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. ദുബായിലെത്തിയ അദ്ദേഹം 2 ദിവസം അവിടെ ഉണ്ടാകുമെങ്കിലും പരിപാടികൾ ഉണ്ടാകില്ല. 20-ന് കേരളത്തിലെത്തുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. നിയമസഭാ സമ്മേളനം ചേരുന്ന തീയതി സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി കേരളത്തിൽ എത്തിയതിനു ശേഷം അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്നാണ് സൂചന. അതിനിടെ മുഖ്യമന്ത്രി വിദേശയാത്ര പോയത് തന്നെ അറിയിക്കാതെയായിരുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു. ഈ വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദി. മുൻപ് നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചും മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതേക്കുറിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ച് അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം കൊച്ചിയിൽ നേരത്തെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു. ഇവിടെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ആരോപണത്തിൽ പ്രതികരിക്കാൻ താനില്ല. ആനന്ദബോസ് തന്നെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും രൂക്ഷ വിമർശനമാണ് നേരത്തെ നടത്തിയത്. ആലയിൽ നിന്നും പശുക്കൾ ഇറങ്ങിപ്പോകുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുന്നതെന്നായിരുന്നു K സുധാകരന്റെ പരിഹാസം. അദ്ദേഹം പോകുന്നത് സർക്കാർ പണം ഉപയോഗിച്ചാണോ സ്പോൺസർഷിപ്പാണോ എന്നൊന്നും ആർക്കും അറിയില്ല. എന്തിനാണ് അദ്ദേഹം ഒളിച്ചോടുന്നത്? പോകുന്നിടത്തൊക്കെ ഭാര്യയും മകളെയും കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. പിണറായി വിജയന് മാത്രമേ ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കാനാകൂവെന്ന് K സുധാകരൻ പറഞ്ഞു. ഈ മനുഷ്യന് തലയ്ക്കകത്ത് വെളിവില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ചാർജ് മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഒരു സുപ്രഭാതത്തിൽ പോകുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തു പറയാനാണ്? ഇന്തോനേഷ്യയിലേക്ക് ദുബായ് വഴി എന്തിനാണ് പോകുന്നത്? CPMന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയല്ലേ ഇദ്ദേഹം? ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ലെന്നും സുധാകരൻ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നത്. മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ്. പാർട്ടി അറിഞ്ഞാണ് യാത്ര. ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ല. ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്നത് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് എന്തിനാണ് വിവാദമുണ്ടാക്കുന്നത്? നിയമലംഘനമോ ചട്ടലംഘനമോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. യാത്രയെക്കുറിച്ച് പാർട്ടി അറിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ എന്തിനാണ് തീരുമാനിക്കുന്നതെന്നായിരുന്നു EP ജയരാജൻ അന്ന് ചോദിച്ചത്. യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഞങ്ങൾ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിനുള്ള അവകാശം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതിൽ മാധ്യമങ്ങൾ വിഷമിക്കേണ്ടെന്നും EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. ബോധപൂർവ്വം നുണപ്രചാരണം നടത്തി പ്രതിപക്ഷം മുഖ്യമന്ത്രി വേട്ടയാടുകയാണെന്നും ജയരാജൻ ആരോപിച്ചു. മാത്യു കുഴൽനാടൻ കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഞാനാണ് സതീഷിനേക്കാൾ കേമനെന്ന് കാണിക്കാൻ മാത്യു കുഴൽനാടൻ നടത്തിയ ശ്രമങ്ങളാണ് തകർന്നടിഞ്ഞത്. എന്തിനാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളെയും പ്രതിയാക്കുന്നതെന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുത്തോ ശല്യക്കാരനെ വ്യവഹാരിയായി കുഴൽനാടൻ മാറിയെന്നും ജയരാജൻ വിമർശനം ഉന്നയിച്ചിരുന്നു. കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും EP പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളായി പോയെന്നതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് അധ്വാനിച്ച് ജീവിക്കാനാകില്ലേ? എന്നെപ്പോലെ ഒരാളെ വ്യക്തിഹത്യ നടത്താനും നിങ്ങൾ ആരും മടി കാണിച്ചില്ലല്ലോ. സത്യത്തിനും നീതിക്കും വേണ്ടി മാധ്യമങ്ങൾ പോരാടണമെന്നും EP ജയരാജൻ പറഞ്ഞിരുന്നു.